നമസ്കാരം. നമുക്കിന്ന് ഒരു പാവയ്ക്ക തോരൻ വെക്കാവേ. നല്ല ഫ്രഷ് പാവയ്ക്കയാണ്, നമുക്കുണ്ടായ പാവയ്ക്കയാണ്. നല്ല മൊരുപ്പുണ്ട്. ഇതിനെ അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. കടുക് പൊട്ടി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക എണ്ണക്കകത്തോട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഴക്കാലമായതുകൊണ്ട് പാവയ്ക്കകത്ത് നല്ല വെള്ളമാണ്. നമ്മൾ വെള്ളമൊന്നും പാവയ്ക്കായി കുടിക്കുകയില്ല. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ആവശ്യപ്പെട്ടു. കരിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഇടാം. പാവയ്ക്കല്ലേ നമുക്ക് കയ്പ്പ് കാണുമോ എന്നുള്ളത് പേടിയുണ്ട്. തേങ്ങയും നമ്മൾ ഇത്തിരി കൂടുതൽ ചേർക്കണേ. അവസാനം നമുക്ക് ഉണക്കമീൻ വറുത്തത് പൊടിച്ച് ചേർക്കാം. ഇതിവിടെ ഇരുന്നൊന്ന് വെന്തോട്ടെ. നല്ലപോലെ ഒന്നാമത് കയറി വെള്ളം ഒന്നും ചേർക്കണ്ട. ഒന്ന് അടച്ചു വെച്ചാൽ മതി. നല്ലപോലെ ഒന്ന് ആവി കയറി ഇതവിടെ ചെറിയ തീയിലിട്ട് വേവിക്കാവുള്ളേ. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് നമുക്ക് നല്ലപോലെ ആവി കയറി ഒന്ന് വെന്തോട്ടെ. ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ ഉണക്കമീനാണ്. നങ്കെന്ന് പറയുന്ന മീന് ഞാൻ ഉപ്പൊക്കെ കളഞ്ഞ് വറുത്തതാണ്. 2-3 കഷ്ണമുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിന്റെ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇനി നമ്മൾ പാവയ്ക്കാന്റെ അടപ്പ് തുറന്ന് നമ്മൾ ഇളക്കാനെടുക്കുമല്ലോ, അപ്പൊ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ പാവയ്ക്കായ്ക്ക് കഴിപ്പുമില്ല, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇതൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ. നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവി കയറിയിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്ക് ഈ ഉണക്കമീൻ പൊടിച്ചത് നോക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി ഒന്നും കൂടെ ഇങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെക്കാം. ചെറിയ തീയിലേ വെക്കാവുള്ളേ. നമുക്ക് തുറന്നു നോക്കാം. ഉണ്ടോ, പാവയ്ക്കാത്തോരൻ റെഡിയാണേ. ഇതിന്റെ കൂടെ നമുക്ക് അല്പം മോര് കാച്ചതും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ചോറിന് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ഈ ഉണക്കമീൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് കുട്ടികളും കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ പാവയ്ക്കാക്കറി റെഡി.